ഹലോ ഗൈസ്, നമ്മളെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ RC എക്സ്കലേറ്റർ ആണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ, കമൻ്റ് എല്ലാം ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിലേക്ക് തുടങ്ങാം. പിന്നെ വീഡിയോയുടെ ലാസ്റ്റിൽ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ എക്സ്കലേറ്ററിൻ്റെ കുറേ ചാലഞ്ചസ് ഒക്കെ കൊടുക്കുന്നതായിരിക്കും. അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പം നമുക്ക് പുറത്തോട്ട് എടുക്കാം. സ്റ്റെക്കായിരിക്കും ഇവിടെ ബാറ്ററി കൈയിട്ട് എടുക്കാം ഗൈസ്. അങ്ങനെ നമ്മുടെ ബാറ്ററി ഇവിടെ പോയി. പക്ഷേ ഇത് ഇവിടെ ഇതേപോലെ അങ്ങ് വെച്ചേക്കാം. ഇത് ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഇതിനകത്ത് വരുന്നത്. ഗൈസ്, നമ്മൾ ഇതിൻ്റെ ഈ ബോക്സ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഇതിൻ്റെ കമ്പനി ഒക്കെ എഴുതിയിട്ടുണ്ട്. 678 എന്നാണ് തോന്നുന്നത് കമ്പനി. 5 ചാനൽ റിമോട്ട് കൺട്രോൾ എക്സ്കലേറ്റർ റീചാർജബിൾ ബാറ്ററി കൺസ്ട്രക്ടർ എന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ബോക്സിൻ്റെ ഇവിടെ ഒരു ക്യാരി ഇതുണ്ട്. ബോക്സ് ഇട്ടിട്ട് ഇങ്ങനെ ക്യാരി പിടിച്ചോണ്ട് പോകാമല്ലോ, അതിന് വേണ്ടിയുണ്ട്. പിന്നെ ഇതിൻ്റെ മൂവ് ചെയ്യുന്നതിൻ്റെ ഇതുണ്ട്. താഴെ ബാറ്ററിയുടെയും കുറച്ച് കൺസ്ട്രക്ഷൻ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലൈറ്റൊക്കെ കാണിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇത്തരം സാധനങ്ങളാണ് കാണിച്ചിരുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പോവാം. അപ്പോൾ ഇതിനകത്ത് നമുക്കിവിടെ ആദ്യം കാണാൻ പോകുന്നത് നമ്മുടെ എക്സ്കലേറ്റർ, പിന്നെ ഈ ചാർജർ കാണാം. പിന്നെ നമുക്ക് ഈ ഒരു ബാറ്ററി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബാറ്ററി നമുക്ക് റീചാർജബിൾ ആണ്. നമുക്ക് പിന്നെ ഇതിൻ്റെ ചാർജർ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഫോണിൻ്റെ അഡാപ്റ്ററിലോട്ട് കണക്ട് ചാർജ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ അടുത്ത് നമ്മുടെ എക്സ്കലേറ്ററാണ്. ഇതിന് ഏകദേശം എൻ്റെ ഒരു കൈയുടെ അത്ര ഇതിൻ്റെ ബോഡി വലിപ്പം വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൈയൊക്കെ കുഴപ്പമില്ല, സീനില്ല, അത്യാവശ്യം നല്ലതാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കാണ്. അടുത്ത നമുക്ക് ഈ ബോക്സിനകത്ത് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ റിമോട്ടാണ്. റിമോട്ട് നമുക്ക് ഇങ്ങനെ ആൻറ്റിന ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ് റിമോട്ടിനകത്ത് ഉപയോഗിക്കുന്നത്. ബട്ടൺസൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. നമുക്കിനി ഇതിനകത്ത് എത്ര ബാറ്ററി ഒക്കെ ഇടുമെന്ന് നോക്കാം. അപ്പം നമുക്ക് ഇതിനകത്ത് ബാറ്ററി ഇടാം. അപ്പം നമുക്കിത് തുറക്കാം. റിമോട്ടിൻ്റെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് ഇങ്ങനെയാണ് തുറക്കുന്നത്. 2 AA ബാറ്ററി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് അതേപോലെ തന്നെ അങ്ങ് അടയ്ക്കാം. അത് ലൈറ്റ് കത്തുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് JCBക്കകത്ത് ഇടാം. ഇതാണ് നമ്മുടെ ഇതിൻ്റെ റീചാർജബിൾ ബാറ്ററി. നമുക്കിത് ഇതിൻ്റെ അടിയിലാണ് വേണ്ടത്. ഇതിൻ്റെ സ്ക്രൂ നമുക്ക് എടുത്ത് മാറ്റാം. അതിൻ്റെ അടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇവിടാണ് നമ്മൾ ഇതിൻ്റെ ബാറ്ററി നമുക്ക് ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഓണായി ഗൈസ്. ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്. ഇത് നമ്മളിങ്ങനെ വെച്ചത് അതായിട്ട് കണ്ടുപിടിച്ച് ഗൈസ്. ഇത് ഓഫ് ആക്കിയേക്കാം. ആദ്യം നമുക്ക് ബാറ്ററി ഇതിനകത്ത് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാം ഗൈസ്. ആദ്യം ഇത് അടയ്ക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ അത് ശരി സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് സ്ക്രൂ ഡ്രൈവർ വെച്ച് കുറച്ച് ഒന്ന് ടൈറ്റ് ആയി കൊടുക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതിനകത്ത് ബാറ്ററി ഇടണം. നമുക്ക് ഇത് ഇവിടുന്ന് ഓണാക്കാം. നമുക്ക് ഓണാക്കാം ഗൈസ്. നമുക്കിവിടെ ലൈറ്റ് കാണാം ഗൈസ്. ഇനി നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് ഓടിച്ച് നോക്കാം ഗൈസ്. ഇതാണ് നമ്മുടെ റിമോട്ട്. ഇത് നമ്മുടെ JCB. നമുക്ക് റിമോട്ടിൽ ഫ്രണ്ടിലോട്ടുള്ള ബട്ടൺ ഞെക്കാം ഗൈസ്. ഇത് 2 ബട്ടൺ ഞെക്കിയിട്ടാണ് ഗൈസ് ഫ്രണ്ടിലോട്ട് പോകുന്നത്. 2 ബട്ടൺ ഇത് ഞെക്കിയാൽ ബാക്കിലോട്ടും പോകും ഗൈസ്. 2 ബട്ടൺ ഞെക്കി ഇങ്ങനെ റൊട്ടേറ്റ് ആണ് ഗൈസ്. പിന്നെ ഇങ്ങനെയൊക്കെ നമുക്ക് പോകാം ഗൈസ്. ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ
ഇങ്ങനെ 2 ബട്ടൺ ഞെക്കിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ആംസ് നോക്കാം ഗൈസ്. ഈ ബട്ടൺ ഞെക്കി ചെയ്ത് ഇങ്ങനെയാണ് ഗൈസ് പോകുന്നത്. ഇത് ഞെക്കി ഇത് ഇങ്ങനെ സ്പീഡിൽ പോകും. ഇത് ഞെക്കി ഇത് പതുക്കെ പോകുന്നുണ്ട്. ഇത് ഞെക്കി സെയിം ആണ് ഗൈസ്. ഓക്കെ, നമുക്ക് ഇനി ഇത് പുറത്ത് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിത് കൊണ്ട് വെളി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് ഓടിച്ച് നോക്കാം ഗൈസ്. പിന്നെ ഇത് നല്ലപോലെ ഓടുന്നുണ്ട് ഗൈസ്. നമുക്കിതിൻ്റെ ബക്കറ്റ് ഒന്ന് പൊക്കി നോക്കാം ഗൈസ്. നല്ലപോലെ പൊങ്ങുന്നുണ്ട് ഗൈസ്. നമുക്ക് ഫുള്ള് പൊക്കി വെക്കാം ഗൈസ്. ഓക്കെ, അത്രയും ഒന്ന് നല്ലപോലെ ആവുന്നുണ്ട്. ഫുള്ള് ഇങ്ങനെ നീളത്തിൽ പൊക്കി വെക്കാം ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് ഓടിച്ച് നോക്കാം. ഇനി റൗണ്ട് ചെയ്ത് നോക്കാം ഇത് ഗൈസ്. ഗൈസ് സാധനം നല്ലപോലെ റൗണ്ട് ഡ്രിഫ്റ്റ് അടിക്കുന്ന പോലെ ഉണ്ട് ഗൈസ്. ഇനി ഇതിനെന്തോ പവർ ഉണ്ടെന്ന് നോക്കാം ഗൈസ്. ഞാൻ ഇതെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ കൈ ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് എന്തോ പറ്റുമെന്ന് നോക്കാം ഗൈസ്. ഇത് കയറുമോ അത് എൻ്റെ കൈ ഇടിച്ചോണ്ട് നോക്കാം. അപ്പോൾ ഗൈസ് വേണ്ട, ഇത് അവിടുന്ന് വന്ന് നേരെ എൻ്റെ കയ്യിലോട്ട് കയറി. ഇത് നേരെ എവിടെ ഗ്രിപ്പ് കിട്ടാത്തതുകൊണ്ടാണ്. അത്യാവശ്യം ഗ്രിപ്പ്, നല്ല ഗ്രിപ്പുള്ള സാധനമാണ്. വേണ്ട, ഇത് നേരെ വന്ന് എൻ്റെ കയ്യിലോട്ട് അങ്ങ് കയറി ഗൈസ്. കണ്ടോ, നേരെ വന്ന് കയ്യിലോട്ട് അങ്ങ് കയറി. നല്ല സാധനമാണ് ഗൈസ്. വേണ്ടത് പോകുന്നുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, ഇതായിരുന്നു നമ്മുടെ പ്രൊഡക്റ്റ് ഗൈസ്. ഈ സാധനം നമുക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. അവിടെ നമ്മൾ എവിടെ വേണമെങ്കിലും നമ്മളിത് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഗൈസ്. നല്ല പ്രൈസിലാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒരു സാധനം ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്താൽ മതി, നമ്പർ വിളിച്ച് എപ്പോഴാണെങ്കിലും. ഓക്കെ ഗൈസ്, പിന്നെ വേറൊരു നല്ല വീഡിയോ ആയിട്ട് പിന്നെയും ഞാൻ വരുന്നതാണ്. ബൈ.